ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ട് വസതിയിലേക്ക് ഹിന്ദു ഐക്യവേദി പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രസിഡന്റ് PS പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി പ്രശാന്തിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ആസൂത്രിതമായ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത്. ദേവസ്വം ബോർഡിന്റെ ഒത്താശ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് രാജിയിൽ കുറഞ്ഞൊരു ആവശ്യമില്ല എന്ന് നേരത്തെ തന്നെ, അതായത് ഇന്ന് രാവിലെ പ്രതിഷേധം നടത്തിയ സമയത്ത് തന്നെ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരുന്നു, പറഞ്ഞിരുന്നു. കാരണം ഇത്തരത്തിലൊരു വലിയ കൊള്ളയുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലെല്ലാം ഒളിച്ചു കളിക്കുന്നൊരു സമീപനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PS പ്രശാന്തിന് ഒരു നിമിഷം പോലും ഈ സ്ഥാനത്ത് തുടരുവാൻ യാതൊരു അർഹതയുമില്ല എന്ന് തന്നെയായിരുന്നു ഹിന്ദു ഐക്യവേദി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്നും അറിയിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വഴയിലയിലെ PS പ്രശാന്തിന്റെ വസതിയിലേക്കാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വഴയില ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ വീടിന് മുൻവശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഹിന്ദു ഐക്യവേദി നടത്തുന്നത്. PS പ്രശാന്തിന്റെ കോലം ഉൾപ്പെടെയാണ് പ്രതിഷേധവുമായി ഈ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. പോലീസ് ഒരു ഭാഗത്ത് കയറ് തട്ടി കെട്ടിത്തിരിച്ചുകൊണ്ട് സമരക്കാരെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. വീടിന് സമീപത്ത് എത്തിയിരിക്കുകയാണ് പ്രതിഷേധം. PS പ്രശാന്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ നിരവധി പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രശാന്ത്, പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോൾ പ്രശാന്തിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണോ അരങ്ങേറാൻ പോകുന്നത്? ഏത് രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തുന്നത്? കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് രോഹിണി മനസ്സിലാക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. പ്രസിഡന്റ് രാജിവെക്കുക, കാട്ടുകളൻ പ്രശാന്ത് രാജിവെക്കുക എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളടക്കം എഴുതിയ പ്ലക്കാർഡുകൾ കൂടി പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ PS പ്രശാന്തിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രശാന്ത് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോലം ഉൾപ്പെടെ ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ശബരിമലയെ തേജോവധം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് ഇരിക്കുവാൻ യാതൊരു അർഹതയും PS പ്രശാന്തിന് ഇല്ല. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശാന്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളടക്കം ഇത്തരത്തിൽ ഈ കൊള്ളയെ അനുകൂലിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റ് കൊള്ള നടത്തിയവരെ അടക്കം സംരക്ഷിക്കുന്ന നിലപാടടക്കം PS പ്രശാന്ത് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ നടപടികൾ എടുക്കുവാൻ തയ്യാറായിട്ടൊന്നുമില്ല. ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിലൊക്കെയായിരുന്നു PS പ്രശാന്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹതയും PS പ്രശാന്തിന് ഇല്ല എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. നേരത്തെ തന്നെ ഹിന്ദു ഐക്യവേദി പറഞ്ഞിരുന്നു
ഇത്തരത്തിൽ തുടർ സമരങ്ങളും തുടർ പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. കാരണം അത്തരം സമീപനങ്ങളാണ് ഈ അതായത് ഹിന്ദു സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ശബരിമലയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നടക്കുന്ന ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കും. ഇത്തരത്തിൽ PS പ്രശാന്ത് രാജിവെക്കണം. കാരണം ഇത്തരത്തിലൊരു കഴിംകൊള്ളയിൽ നടത്തിയ സാഹചര്യത്തിൽ അങ്ങനൊരു സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നു, പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചത്. മാത്രമല്ല, നാളെയും ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് വൈകിട്ടോടുകൂടി PS പ്രശാന്തിൻ്റെ വഴയിലെ വസതിക്ക് മുന്നിലേക്ക് പ്രതിഷേധം എത്തുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം മുഴക്കിയും. അതോടൊപ്പം തന്നെ PS പ്രശാന്തിൻ്റെ കോലം ഉൾപ്പെടെ ആണ് പ്രതിഷേധക്കാർ സമരവുമായി ഇവിടേക്ക് എത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രതിഷേധത്തിൻ്റെ ഉദ്ഘാടനം നടക്കും. ശക്തമായ രീതിയിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഹിന്ദു ഐക്യവേദി പറഞ്ഞിരുന്നു ശരി പ്രശാന്ത്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.